പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് നൽകിയിരുന്നു. 2 ഹീറ്ററുകളിലെ താപോർജ്ജം കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു അസൈൻമെൻ്റ് ആയിരുന്നു നൽകിയത്. നിങ്ങളെല്ലാവരും അത് ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ്. ഇവിടെ ഏത് ഹീറ്ററിലാണ് കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടായിരിക്കുന്നത്? കറക്റ്റ്, ഹീറ്റർ ബി. എന്തായിരിക്കും കാരണം? നമുക്ക് നോക്കാം. ഇവിടെ 2 ഹീറ്ററുകളിലും, ഹീറ്റർ എയിലും ഹീറ്റർ ബിയിലും നമ്മൾ നൽകിയത് 230 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. 2 ഹീറ്ററും പ്രവർത്തിക്കുന്നത് തുല്യ സമയത്തേക്കാണ്, 5 മിനിറ്റ് സമയത്തേക്കാണ്. എന്നാൽ ഹീറ്റർ എയുടെ റെസിസ്റ്റൻസ് നിങ്ങൾക്കറിയാം, 1150 ഓം. രണ്ടാമത്തേതിലോ 460 ഓം, 460 ഓം. നമ്മൾ പഠിച്ചത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാവുമെന്നാണ്. അങ്ങനെയല്ലേ? പിന്നെന്താ ഇവിടെ രണ്ടാമത്തെ ഹീറ്ററിൽ റെസിസ്റ്റൻസ് കുറവായിട്ടും ഹീറ്റ് എനർജി കൂടിയിരിക്കുന്നത്? ഹീറ്റർ എയിൽ 13,800 ജൂൾ ഹീറ്റ് എനർജി ഉണ്ടായിരിക്കുന്നു. ഹീറ്റർ ബിയിൽ 34,500 ജൂൾ ഹീറ്റ് എനർജി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കണ്ടത് എന്താണ്? റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്ററിൽ കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് 2 ഹീറ്ററിലെയും കറണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ, I is equal to V by R. What is current in first heater A? V is equal to 230 volt. R is equal to 1150 ohm. That is equal to 230 volt divided by 1150 ohm is equal to 0.2 ampere. Then what about second heater? V is equal to IR, I is equal to V by R. That is equal to 230 volt divided by 460 ohm is equal to 0.5 ampere. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്ററിൽ കറണ്ടിൻ്റെ അളവ് കൂടുതലാണ്. നമ്മൾ ജൂൾസ് ലോ അനുസരിച്ച് എന്താണ് പഠിച്ചത്? H is equal to I square RT. ഉണ്ടാകുന്ന ഹീറ്റ് എനർജി കറണ്ടിൻ്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണ്. ഹീറ്റ് എനർജി ഡെവലപ്ഡ് ഇൻ എ
current carrying conductor is directly proportional to square of current. അപ്പോൾ എന്താ സംഭവിക്കുക? കറണ്ടിൽ ഉണ്ടാകുന്ന ചെറിയ വർധനവ് കൂടുതൽ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നതിന് കാരണമായി തീരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഹീറ്റർ ബിയിൽ കൂടുതൽ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യപ്പെട്ടതെന്ന്? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. H is equal to I square RT. ഈ ഇക്വേഷൻ അനുസരിച്ച് കറണ്ടും ടൈമും സ്ഥിരമാണെങ്കിൽ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി റെസിസ്റ്റൻസിന് ആനുപാതികമായിരിക്കും. ഒറ്റ കണ്ടീഷൻ നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഒരു സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് അപ്ലയൻസിലൂടെ നമുക്ക് കറണ്ടും വോൾട്ടതയും വ്യത്യാസപ്പെടുത്തി നൽകേണ്ടതുണ്ട് അവയുടെ സുഗമമായ പ്രവർത്തനത്തിന്. അതിന് നമ്മൾ പലതരത്തിലുള്ള പ്രതിരോധകങ്ങൾ റെസിസ്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക് അപ്ലയൻസസിൽ കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനായി നമ്മൾ റെസിസ്റ്റേഴ്സാണ് ഉപയോഗിക്കുക. ഇതുപോലുള്ള ഇലക്ട്രോണിക് ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഇലക്ട്രോണിക് ബോർഡിൽ ഈ കാണുന്ന ഈ ഉപകരണം ഒന്ന് ശ്രദ്ധിക്കൂ. കണ്ടോ? പലതരത്തിലുള്ള കളേർഡ് ബാൻഡ്സ് ഇതിന് പുറത്ത് കാണുന്നില്ലേ? ഈ ഉപകരണത്തെയാണ് നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഓരോ കളേർഡ് ബാൻഡിനും ഓരോ വിലയുണ്ട്. ഇതിനെ കളർ കോഡിംഗ് എന്നാണ് പറയുക. ഈ കളർ കോഡിംഗ് എങ്ങനെ നമ്മൾ ഡീകോഡ് ചെയ്യും, എങ്ങനെയാണ് ഈ ഉപകരണത്തിൻ്റെ റെസിസ്റ്റൻസ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യം ഉയർന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിസ്റ്റർ, എൻ്റെ കയ്യിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്റർ നമ്മൾ ഇലക്ട്രോണിക് ബോർഡുകളിൽ ഇതുപോലെ സോൾഡർ ചെയ്താണ് ഉറപ്പിക്കുന്നത്. അത് നോക്കാം. ഇതുപോലെ രണ്ടഗ്രങ്ങളും സോൾഡർ ചെയ്താണ് ഇതിങ്ങനെ ഉറപ്പിക്കുന്നത്. ഈ റെസിസ്റ്റേഴ്സ് ഒറ്റയ്ക്കും ഗ്രൂപ്പായും നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാറുണ്ട്. സാധാരണയായി രണ്ട് രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് സീരീസ് മെത്തേഡ്, ശ്രേണി രീതി. രണ്ടാമത്തേത് പാരലൽ മെത്തേഡ്, സമാന്തര രീതി. അപ്പോൾ എങ്ങനെയാണ് ശ്രേണി രീതിയിൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടല്ലോ, ഈ റെസിസ്റ്ററിന് രണ്ട് ടെർമിനൽസ് ഉണ്ട്. ഈ കാണുന്നത് രണ്ട് എൻഡ്സ്. ഇതിൽ ഒന്നിൻ്റെ എൻഡിൽ രണ്ടാമത്തത് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ എൻ്റെ ഒരു അഗ്രം ഇതുപോലെ ബന്ധിപ്പിക്കുക. കണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഒന്നിൻ്റെ എൻഡിൽ രണ്ടാമത്തേത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് എൻഡ് ടു എൻഡ് കണക്ഷൻ, ഒരു നൂലിൽ നമ്മൾ മാലമുത്ത് കോർക്കും പോലെ. അടുത്ത് വീണ്ടും മൂന്നാമത്തേത് ഇതുമായിട്ട് ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്, ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുകയാണ്. ഇതുപോലെ കണ്ടുവല്ലോ. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സീരീസ് മെത്തേഡ് അല്ലെങ്കിൽ ശ്രേണി രീതി എന്ന് പറയുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ രണ്ട് അഗ്രങ്ങളിലും, ഈ അഗ്രത്തിനും ഈ അഗ്രത്തിനിടയിൽ
വൈദ്യുത സോഴ്സ് കണക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ കറണ്ടിനും പൊട്ടൻഷ്യൽ ഡിഫറൻസിനും വ്യത്യാസം ഉണ്ടാകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് രണ്ടാമതൊരു രീതി ഞാൻ പറഞ്ഞല്ലോ, ഏതായിരുന്നു അത്? പാരലൽ മെത്തേഡ്, സമാന്തര രീതി. പാരലൽ മെത്തേഡിൽ ഈ റെസിസ്റ്റേഴ്സിൻ്റെ പൊതുവായ അഗ്രങ്ങൾ കണ്ടോ, ഒരഗ്രം, രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ ഒരഗ്രം, മൂന്നാമത്തെ റെസിസ്റ്ററിൻ്റെ ഒരഗ്രം. ഈ അഗ്രങ്ങൾ ഇങ്ങനെ പൊതുവായി കണക്ട് ചെയ്യും. അടുത്ത അഗ്രങ്ങളും അതുപോലെ തന്നെ, ഈ അഗ്രങ്ങളും ഇതുപോലെ പൊതുവായി കണക്ട് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പാരലൽ മെത്തേഡ് ഓർ സമാന്തര രീതി. ഇവിടെയും ഒരു വൈദ്യുത സോഴ്സ് ഈ രണ്ട് അഗ്രങ്ങൾക്കിടയിലായി, പൊതുവായ അഗ്രങ്ങൾക്കിടയിലായി കണക്ട് ചെയ്യുമ്പോൾ ഇതിലൂടെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെയായിരിക്കും, ഓരോന്നിലൂടെയുള്ള കറണ്ട് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് അതിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനും കറണ്ടിനും ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുന്നതിന് നമ്മുടെ പാഠപുസ്തകത്തിലെ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്ന QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. QR കോഡ് സ്കാൻ ചെയ്യാൻ എല്ലാ കുട്ടികൾക്കും അറിയാമല്ലോ. നോക്കുകയും അതിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് മനസ്സിലായി സീരീസ് കണക്ഷനിൽ നമ്മൾ റെസിസ്റ്റേഴ്സിന് വൈദ്യുതോർജം നൽകുമ്പോൾ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകുമ്പോൾ അതിനെന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്, അതിലൂടെയുള്ള കറണ്ടിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഈ റെസിസ്റ്റേഴ്സ് സീരീസ് കണക്ഷനിൽ നമ്മൾ ഇതുപോലെയാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഓരോന്നിനും എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്, പ്രതിരോധമുണ്ട്. അപ്പോൾ നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന്, കറണ്ടിന് ഓരോ പ്രതിരോധവും ഓരോ റെസിസ്റ്ററും തടസ്സം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഈ അഗ്രത്തിലൂടെ പ്രവേശിക്കുന്ന വൈദ്യുതിക്ക് ഇവിടെ എത്തുമ്പോൾ തടസ്സം ഉണ്ടാകുന്നു, ഇവിടെ എത്തുമ്പോൾ തടസ്സം ഉണ്ടാകുന്നു, ഇവിടെ എത്തുമ്പോഴും തടസ്സം ഉണ്ടാകും. അപ്പോൾ എന്താ സംഭവിക്കുക? ശരിയാണ്, തടസ്സം വളരെയധികം കൂടും. അതായത് ഈ സർക്യൂട്ടിലെ പ്രതിരോധം വളരെയധികം കൂടും. ഈ റെസിസ്റ്റേഴ്സിന് പകരം നമുക്ക് ബൾബുകൾ ഉപയോഗിച്ച് പരീക്ഷണം ചെയ്ത് നോക്കിയാലോ? ഇവിടെ ഈ സർക്യൂട്ടിൽ 3 ബൾബുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കാണാമല്ലോ, 40 വാട്ടിൻ്റെ ഒരു ബൾബ്, രണ്ടാമത്തേതും 40 വാട്ടിൻ്റെ ബൾബ് തന്നെയാണ്, മൂന്നാമത്തേതും 40 വാട്ടിൻ്റെ ബൾബ് തന്നെയാണ്. അപ്പം 3 40 വാട്ടിൻ്റെ ബൾബുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. എല്ലാ ബൾബുകളും 40 വാട്ടിൻ്റെ 3 ബൾബുകളും ഒരേ രീതിയിൽ പ്രകാശിച്ചിരിക്കുന്നത് എല്ലാവർക്കും കാണാമല്ലോ. ഇനി നമുക്ക് 40 വാട്ടിൻ്റെ ഒരു ബൾബ് മാത്രമായി കത്തിച്ചു നോക്കാം. കണ്ടോ, എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ബൾബ് നല്ലവണ്ണം പ്രകാശിക്കുന്നു, പ്രകാശ തീവ്രത വളരെയധികം കൂടിയിരിക്കുന്നു. എന്താണ് കാരണം? നമ്മളിവിടെ നൽകിയത്
ഈ ബൾബിന് നൽകിയത് 230 വോൾട്ടാണ്, 230 വോൾട്ട്. അപ്പോൾ ബൾബിന് നല്ല പ്രകാശ തീവ്രത കിട്ടി. ഇവിടെ നമ്മൾ ഈ സർക്യൂട്ട് നൽകിയതോ, ഇവിടെയും 230 വോൾട്ടാണ് നൽകിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബൾബിൻ്റെ, ഈ 3 ബൾബിൻ്റെ പ്രകാശ തീവ്രതയ്ക്ക് വ്യത്യാസം വന്നത്? സീരീസ് കണക്ഷൻ ആയതുകൊണ്ടാണോ? ഉത്തരം ശരിയാണ്. പക്ഷെ എന്തായിരിക്കും പ്രകാശ തീവ്രതയ്ക്ക് വ്യത്യാസം വരാൻ കാരണം? പോലെ റെസിസ്റ്റേഴ്സ് എങ്ങനെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ഈ ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. കറണ്ട് പ്രവഹിക്കുമ്പോൾ ഓരോ ബൾബും തടസ്സം ഉണ്ടാക്കുന്നു, റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നു. അന്നേരം എന്താ സംഭവിക്കുക? ഇവിടെ എത്തുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിലെത്തുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിലെത്തുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് ആരാ? ഈ ബൾബിൻ്റെ ഫിലമെൻറ്റുകൾ. ഈ ബൾബിൻ്റെ ഫിലമെൻറ്റുകളാണ്, ടങ്സ്റ്റൺ കൊണ്ട് നിർമ്മിച്ച ബൾബിൻ്റെ ഫിലമെൻറ്റുകളാണ് ഇവിടെ റെസിസ്റ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ തടസ്സമുണ്ട്, ഇവിടെ വരുമ്പോൾ തടസ്സമുണ്ട്, അപ്പോൾ തടസ്സം കൂടി. ഇവിടെ വന്നപ്പോഴോ മൂന്നാമത്തേലും തടസ്സമുണ്ട്, അപ്പോൾ തടസ്സം പിന്നെയും കൂടി. അപ്പോൾ ആകെ തടസ്സം കൂടി, ആകെ റെസിസ്റ്റൻസ് കൂടി. അപ്പോൾ എന്താ സംഭവിക്കുക? സർക്യൂട്ടിലെ ആകെ റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് സംഭവിക്കും? കറണ്ട് കുറയും, ശരിയല്ലേ? പക്ഷെ ആ കറണ്ട് എല്ലാ ബൾബിലൂടെയും എല്ലാ റെസിസ്റ്റേഴ്സിലൂടെയും ഒരുപോലെ ആയിരിക്കും. ആ കുറഞ്ഞ കറണ്ട് എല്ലാത്തിലൂടെയും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ എന്താ മനസ്സിലായത്? ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, കറണ്ട് ഡിക്രീസസ്. ദാറ്റ് കറണ്ട് ഈസ് സെയിം ത്രൂ ആൾ ബൾബ്സ് ഓർ റെസിസ്റ്റേഴ്സ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് വ്യത്യസ്ത പവറുള്ള ബൾബുകൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ഒന്ന് ആവർത്തിച്ചാലോ? ഇവിടെ ഒന്നാമത്തെ ബൾബിൻ്റെ പവർ 40 വാട്ട്, രണ്ടാമത്തെ ബൾബ് ഞാൻ 60 വാട്ട് ആക്കുകയാണ്, മൂന്നാമത്തെ ബൾബ് 100 വാട്ടും. കാണാമല്ലോ, 100 വാട്ട്. ഇനി ഇതൊന്ന് നമുക്ക് പ്രകാശിപ്പിച്ച് നോക്കാം. കണ്ടോ എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ഒന്നാമത്തെ ബൾബ് നല്ലവണ്ണം പ്രകാശിക്കുന്നു. ഈ മറ്റ് 2 ബൾബുകളെ അപേക്ഷിച്ച് കൂടുതൽ പ്രകാശം തരുന്നത് ഒന്നാമത്തെ ബൾബ്. എന്ന് പറഞ്ഞാലോ 40 വാട്ടിൻ്റെ ബൾബ്. രണ്ടാമത്തെ ബൾബോ കുറഞ്ഞ പ്രകാശമാണ് തരിക. എത്രയാണ്? ഇത് 60 വാട്ടിൻ്റെ ബൾബാണ്. 60 വാട്ടിൻ്റെ ബൾബ് 40 വാട്ടിനേക്കാൾ കുറഞ്ഞ പ്രകാശം തരുന്നു. ഇവിടെ നോക്കൂ, ഇത് 100 വാട്ടിൻ്റെ ബൾബാണ്. ഇതിൻ്റെ ഫിലമെൻറ്റ് ചെറിയ തോതിൽ കത്തുന്നതേ ഉള്ളൂ, റെഡ് ഹോട്ട് ആകുന്നതേ ഉള്ളൂ. എന്തായിരിക്കാം ഇതിന് കാരണം? ഇവിടെ പവർ കുറഞ്ഞ ബൾബ്, ഇത് പവർ കൂടിയ ബൾബ്. പവർ കുറഞ്ഞ ബൾബിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, പവർ കൂടിയ ബൾബിനോ റെസിസ്റ്റൻസ് കുറവും. അപ്പോൾ ഈ 3 ബൾബുകളിൽ 40 വാട്ട്, 60 വാട്ട്, 100 വാട്ട്, ഈ 3 ബൾബുകളിലും റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ 40 വാട്ടിനും റെസിസ്റ്റൻസ് ഏറ്റവും കുറവ് ഏതിനാണ്? 100 വാട്ട് ബൾബിനും. നമ്മൾ നൽകുന്നത് എത്ര വോൾട്ടേജാണ്? ഈ സർക്യൂട്ട് നൽകിയ വോൾട്ടേജ് 230. നേരത്തെ പഠിച്ചു, കറണ്ട് എല്ലാ ബൾബിലൂടെയും ഒരുപോലെയാണ്. കറണ്ട് എല്ലാ ബൾബിലൂടെയും ഒരുപോലെ. പൊട്ടൻഷ്യൽ നൽകുന്നത് 230 വോൾട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ V = IR, ഓം നിയമം അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറണ്ട് സെയിം, എല്ലാത്തിലും ഒരുപോലെ. റെസിസ്റ്റൻസ് വ്യത്യാസം.
ഇതിന് ഏറ്റവും കൂടുതൽ, ഇതിന് എന്താണ് അല്പം ഇതിനേക്കാളും കുറവ്, ഏറ്റവും കുറവ് ഇതിന് 100 വാട്ട്. അപ്പോൾ ഓരോ ബൾബിനും കിട്ടുന്ന വോൾട്ടതയിൽ വ്യത്യാസം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ വോൾട്ടത ആർക്കായിരിക്കും കിട്ടുക? V = IR. I സ്ഥിരം, കോൺസ്റ്റൻറ്റ്. അപ്പോൾ R കൂടിയതിന് കൂടുതൽ വോൾട്ടത കിട്ടും, R കുറഞ്ഞതിനോ കുറഞ്ഞ വോൾട്ടത കിട്ടും. ഇവിടെ ഇതിന് കിട്ടുന്ന വോൾട്ടത V1 എന്നെടുക്കുക, രണ്ടാമത്തേന് കിട്ടുന്നത് V2, മൂന്നാമത്തേന് കിട്ടുന്നത് V3. അപ്പോൾ ആകെ വോൾട്ടത, ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഫസ്റ്റ് റെസിസ്റ്റർ, ഫസ്റ്റ് ബൾബ് V1 പ്ലസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സെക്കൻഡ് ബൾബ് V2 പ്ലസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് തേർഡ് ബൾബ് V3. അപ്പോൾ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1 പ്ലസ് V2 പ്ലസ് V3. By Ohm's law, V = IR. V = IR. Well, then what is V1? V1 is equal to I into R1. What is V2? V2 is equal to I into R2. What is V3? V3 is equal to I into R3. Current is same, I. Therefore, V is equal to IR1 plus IR2 plus IR3. If R is the effective resistance and V is the effective potential difference of the circuit, then IR is equal to IR1 plus IR2 plus IR3. I is common, നമുക്ക് I പൊതുവായിട്ട് എടുക്കാം. അപ്പോൾ ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള I ക്യാൻസൽ ആവും. R is equal to R1 plus R2 plus R3. ഇപ്പോൾ എന്ത് മനസ്സിലായി? When resistors are connected in series, effective resistance is equal to sum of individual resistances. റെസിസ്റ്റേഴ്സ് ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ ആ സർക്യൂട്ടിൻ്റെ സഫല പ്രതിരോധം, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററുകളുടെയും റെസിസ്റ്റൻസ് കൂട്ടിയെടുക്കുന്നതിന് തുല്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് a 2 ohm, 4 ohm and 6 ohm resistors are connected in series, 2, 4, 6. What is the effective resistance? 2 ohm, 4 ohm, 6 ohm പ്രതിരോധകങ്ങളെ നമ്മൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ സഫല പ്രതിരോധം? R1 2 ohm, R2 4 ohm, R3 6 ohm. R is equal to effective resistance. R is equal to R1 plus R2 plus R3. 2 plus 4 plus 6 is equal to 12 ohm. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് കുറയുന്നു. ആ കുറഞ്ഞ കറണ്ട് എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും. സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് വളരെയധികം കൂടുന്നു. വോൾട്ടത ഓരോ ഉപകരണത്തിനും ഭാഗിക്കപ്പെടുന്നു, വീതിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചാലോ? റെസിസ്റ്റേഴ്സ് വെൻ കണക്റ്റഡ് ഇൻ സീരീസ്, effective resistance increases, current decreases, potential is divided among various devices. Resistors
ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ ആ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടുന്നു, കറണ്ട് കുറയുന്നു. ആ കറണ്ട് എല്ലാ റെസിസ്റ്റേഴ്സിലും ഒരുപോലെ ആയിരിക്കും. നൽകുന്ന വോൾട്ടത പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിവിധ ഉപകരണങ്ങൾക്കിടയിൽ അവയുടെ റെസിസ്റ്റൻസിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. ആകെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോന്നിനും ലഭിച്ച പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ തുകയായിരിക്കും. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാലോ? എല്ലാം റെഡി അല്ലേ? നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട ചില മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാലോ? അത് നിങ്ങൾക്ക് അസൈൻമെൻറ്റായി നൽകുന്നതാണ്. എല്ലാ പേരും ഇന്ന് തന്നെ ഇത് ചെയ്തു നോക്കണം. ഓക്കെ, ഒന്നാമത്തെ മാത്തമെറ്റിക്കൽ പ്രോബ്ലം ഇതാണ്. 4 ഓം 2 ഓം പ്രതിരോധകങ്ങളെ ശ്രേണിയായി ബന്ധിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? What is the current if 4 ohm and 2 ohm resistors are connected in series and 6 volt potential difference is applied? നമുക്ക് അടുത്ത ക്ലാസ്സിൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആയി കണക്ട് ചെയ്താൽ കറണ്ടിനും പൊട്ടൻഷ്യൽ ഡിഫറൻസിനും ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണെന്ന് വിശദമായി പഠിക്കാം. എല്ലാവരും നല്ലവണ്ണം പഠിച്ചു തുടങ്ങുക. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലാണ് നിൽക്കുന്നത്. സ്കൂൾ തുറക്കാൻ ആരും കാത്തു നിൽക്കേണ്ട, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ.